ഓം ശൈവദർശനം ഭാഗം 19. ശിവസൂര്യകളായ സുകൃതികളെ വന്ദേ മാതരം. ശിവാരാധനയിലൂടെ അദ്വൈതാവസ്ഥയിലെത്തുന്നതിന് 4 പടികളുണ്ട്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. അത് സായുജ്യമുക്തിയാണ് അദ്വൈതാവസ്ഥ. ശിവപ്രജ്ഞയാണ് ആത്മാവ്. നമഃ എന്ന മന്ത്രം പൂർണ്ണമായ ഈശ്വരീയ ചൈതന്യം നൽകുന്നതാണ്. നമഃശിവായ, ശിവായ നമഃ എന്നീ മന്ത്രങ്ങൾ. ഗർഭത്തിൽ മറ്റ് ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് പ്രാണൻ ഒന്ന് മാത്രമാണ് കാണുന്നത്. ക്രമേണയാണ് മറ്റിന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ആരംഭത്തിൽ പ്രാണൻ മാത്രം. അനേക വക്ത്രനയനം, അനേക അത്ഭുത ദർശനം. ഭഗവത്ഗീതയിൽ ഭഗവാന്റെ വിരാട് രൂപം വർണ്ണിക്കുന്ന സന്ദർഭത്തിലൊന്ന് ഓർത്തു നോക്കുക. അനേക വക്ത്രനയനം, അനേക അത്ഭുത ദർശനം. ആത്മാവിൻ്റെ അത്ഭുത ദർശനം, പരമാത്മാവിൻ്റെ. ആ അവസ്ഥയിൽ നമുക്ക് പരമാനന്ദമാണ് ലഭിക്കുന്നത്. ഷഡ്കർമ്മങ്ങൾ അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം എന്നിവയാണ്. ത്രിപുരസുന്ദരി കാഴ്ച തരുന്ന ശക്തിമയിയാണ്, ശക്തിമംഗയാണ്, ശക്തിദേവിയാണ്. വിദ്യ, ഭോഗം അഥവാ ഐശ്വര്യം, മുക്തി ഇവയെല്ലാം തരുന്നത് ത്രിപുരസുന്ദരിയാണ്. അതുപോലെ സാമുദ്രിക ശാസ്ത്രപ്രകാരം സ്ത്രീകൾ 4 തരത്തിൽപ്പെട്ടവരാണ്. 1 പത്മിനി, 2 ചിത്രിണി, 3 ശംഖിനി, 4 ഹസ്തിനി അഥവാ കരിണി. ഇത് കാമശാസ്ത്രം സൂചിപ്പിക്കുന്ന ചില ലാക്ഷണിക കാര്യങ്ങളാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഈ 4 തരത്തിലുള്ള സ്ത്രീകൾക്കും അവരവരുടേതായ ചില വ്യക്തിത്വങ്ങളും നിസർഗസിദ്ധമായ ഗുണവിശേഷങ്ങളുമുണ്ട്. അതിൽ ഹസ്തിനിയെക്കുറിച്ച് ഒരു ശ്ലോകം ഇപ്രകാരം കാണുന്നു. സ്ഥൂലാധരാ സ്ഥൂലനിതംബ ബിംബ സ്ഥൂലാംഗുലിഃ സ്ഥൂലകുചാ സുശീല കാമോത്സുകാ ഗാഠരതിപ്രിയാ ച നിതാന്ത ഭോക്തി ഖലു ഹസ്തിനി സ്യാത്. ഇങ്ങനെ ഹസ്തിനി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ ഗുണഗണങ്ങളെ വിവരിക്കുന്നു. ആത്മഭാവങ്ങളെ പഞ്ചഭൂതാത്മക നാഥന്മാർ ബ്രഹ്മ, വിഷ്ണു, രുദ്ര, മഹേശ്വര, സദാശിവ എന്നിവരാണ്.
ഗ്രാമനഗരങ്ങളെല്ലാം ഈ ദേവന്മാരാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പരാശക്തി പരമാനന്ദമയിയാണ്. ജീവനിൽ കുടികൊള്ളുന്ന പരമാത്മാവ് തന്നെയാണ് ശക്തിദേവി. പാർവതി ബ്രഹ്മവിദ്യയുടെ സൂക്ഷ്മരൂപിണിയും ഗംഗ സ്ഥൂലരൂപിണിയാണ്. ആത്മീയ ബോധം നമ്മളിൽ ഉണരണമെങ്കിൽ ഒരു ചോദ്യം ഇങ്ങനെ നാം നമ്മോട് തന്നെ ചോദിക്കുക: ഞാൻ ആരാണ്? താൻ ആരാണ്? നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. തൻ്റെ ജീവൻ തന്നെയാണ് ശരീരത്തിലിരിക്കുന്ന ശിവം. ഓരോ വ്യക്തിയിലും സ്വതസിദ്ധമായി നിഹിതമായിരിക്കുന്ന ജീവൻ ശിവമാണ്. നാരായണീയത്തിൽ 98-ാം ശ്ലോകം, 98-ാം സർഗം, 6-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. അതിൽ ആത്മീയ ബോധം ഉണരുന്ന തത്വം ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്നുണ്ട്. നാരായണീയം 98-ാം ദശകം, 6-ാമത്തെ ശ്ലോകം. ഓം എന്ന ഓങ്കാരം പോലെ ശക്തിയുടെ അംശമന്ത്രമാണ് ഹ്രീം. മേധാശക്തി മേന്മയേറിയ ശക്തിയാണ്. ശക്തിയെ ദക്ഷിണമാർഗത്തിൽ ആരാധിക്കുക എല്ലാ നന്മകളും പ്രദാനം ചെയ്യും, ലഭ്യമാകും. ഓം എന്നുള്ള മന്ത്രം നിത്യവും ധ്യാനിക്കേണ്ടതാണ്. സയേഷ പ്രസന്ന വരദാ നൃണാം ഭവതി മുക്തയേ എന്നാണ് ഋഷിവാക്യം. സപ്തമാതാക്കൾ ജീവിത മാതൃകകളാണ്. കുമാരി, ധനത, നന്ദ, വിമല, മംഗല, ബല, പത്മ. ഇങ്ങനെ സർവം ശക്തിമയം, സർവം ബ്രഹ്മമയം. ആത്മഭാവങ്ങളെ നമ്മളിൽ ഓരോരുത്തരിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ചിന്താവിഷയം താൻ ആരാണെന്നും തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും പരമാനന്ദം എങ്ങനെ ആർജിക്കാൻ കഴിയുമെന്നും ഉള്ള നിരന്തര ധ്യാനവും മനനവുമാണ്. ശിവാരാധനയിലൂടെ പരമപദം പ്രാപിക്കാൻ കഴിയും. സ്വസ്ത്യസ്തു, ശുഭമസ്തു, സന്തു മംഗള സദാനി.